നിങ്ങൾക്കറിയാം കൈയകലെ അർജുനുണ്ട് എന്നൊരു ധാരണയിൽ തന്നെ മുന്നോട്ട് പോകണം. തലകീഴായി കിടക്കുന്ന ട്രക്കിൻ്റെ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്നായിരിക്കും ഇന്ന് ഏറ്റവും വലിയ അന്വേഷണം. അർജുനെ ജീവനോടെ മടക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ സാക്ഷിയാക്കി നമ്മൾ ആരംഭിക്കുന്നു. കൈയകലെ അർജുൻ, നിമിഷങ്ങളെണ്ണി നാട്. നമ്മളെല്ലാം ശ്വാസമടക്കി പിടിച്ച് നോക്കിയിരിക്കുകയാണ്. ഷിരൂരിൽ അർജുൻ എന്ത് സംഭവിച്ചെന്നറിയാൻ. തലകീഴായി കിടക്കുന്ന ട്രക്കിൻ്റെ ഉള്ളിലെ ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് ഇന്ന് ഉറപ്പുവരുത്തേണ്ട ദിവസമാണ്. 10ാം ദിവസത്തിലേക്ക് ഈ തെരച്ചിൽ നടക്കുമ്പോൾ ഇന്ന് അതിനിർണായകമായ ദിവസമാണ് എന്നറിയാം. ഈ മണ്ണിടിച്ചിൽ കാണാതെ അർജുന് വേണ്ടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. ഗംഗാവലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലാണ് ഇപ്പോൾ ലോറി കിടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ ക്യാബിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചറിയുന്നതാകും ആദ്യത്തെ പരിശോധനയുടെ ലക്ഷ്യം. നിർണായക ദൗത്യം എന്ന ലക്ഷ്യത്തിലെത്തുമെന്നാണ് ഈ ദൗത്യ സംഘം പ്രതീക്ഷ അർപ്പിക്കുന്നത് പറയുന്നത്. ജൂലൈ 16 കർണാടകയിലെ ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ. കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ച ലോറി കാണാതായി. ജൂലൈ 19 3 ദിവസമായിട്ടും തെരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് കുടുംബത്തിന്റെ പരാതി. അർജുനെ രക്ഷിക്കാൻ കേരള സർക്കാരും രാഷ്ട്രീയ സംവിധാനങ്ങളും സമ്മർദ്ദം തുടങ്ങി. ജൂലൈ 19 NDRFും SDRFും തെരച്ചിൽ തുടർന്നു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും തെരച്ചിലിൽ. ലോറി പുഴയിലില്ലെന്ന് പ്രാഥമിക നിഗമനം. ജൂലൈ 20 NIT സംഘത്തിന്റെ പെനിട്രേറ്റിംഗ് റേഡാർ ഉപയോഗിച്ച് തെരച്ചിൽ തുടങ്ങി. ജൂലൈ 20 സമയം രാവിലെ 11:25 GPR സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്ന് മണ്ണു മാറ്റി തുടങ്ങി. ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞു. ജൂലൈ 20 ശനിയാഴ്ച അർജുന്റെ അമ്മ ഷീലയുടെ പ്രതികരണം. ഞങ്ങൾക്ക് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് കിട്ടണം. പിന്നെ അവിടുത്തെ സംവിധാനങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് കുറഞ്ഞു. ഒന്നുകിൽ പട്ടാളത്തിന് ഇറക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ സന്നദ്ധരായ ജനങ്ങളെ വിടാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ഒരു കൊടുക്കുക. ജൂലൈ 20 സൈന്യത്തിന്റെ സേവനം തേടിയെന്ന് കാർവാർ SP 24നോട്. We are requested for military from the Belgaum to come tomorrow and have a situation assessed and they can both launch operations on the landslide area and also river. ജൂലൈ 21 ഭൂരിഭാഗം മണ്ണ് മാറ്റിയിട്ടും ലോറി കണ്ടെത്താനായില്ല. ഉച്ചയോടെ സൈന്യം അങ്കോലയിലേക്ക്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സംഘവും ദുരന്തസ്ഥലം സന്ദർശിക്കുന്നു. കരയിൽ ലോറി ഇല്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു. ജൂലൈ 22 കൂടുതൽ തെരച്ചിൽ. പുതിയ സിഗ്നൽ കിട്ടിയ സ്ഥലത്തും ലോറിയില്ല. പുഴയിൽ വീണ്ടും നേവിയുടെ പരിശോധന. ജൂലൈ 23 സൈന്യവും നേവിയും പുഴയിൽ തെരച്ചിൽ തുടങ്ങി. പുഴയിൽ 40 മീറ്റർ അകലെ ലോഹ സാന്നിധ്യം കണ്ടെത്തി. ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തെരഞ്ഞിട്ടും ഒന്നും കണ്ടെത്തിയില്ല. തെരച്ചിലിൽ തൃപ്തിയുണ്ടെന്ന് കുടുംബം. ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് യാതൊരുവിധ അതൃപ്തിയില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് വിശ്വസിക്കുന്നു.
എന്താണ് അർജുനെ കിട്ടുന്നവരെ നമ്മളിത് തുടരാൻ തന്നെ ആവശ്യപ്പെടുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ജൂലൈ 24 പുഴയിൽ മാത്രമായി തെരച്ചിൽ. 12 മണിയോടെ സാനി എക്സ്കവേറ്റർ ഗംഗാവാലിയുടെ തീരത്തേക്ക് നാവികസേന ലോറി കണ്ടെത്തിയ സ്ഥലം 24 പുറത്തുവിടുന്നു. സോണാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നാവികസേന സ്ഥലം കണ്ടെത്തിയത്. കനത്ത മഴയ്ക്കിടയിലും നേവിയുടെ സ്കൂബ സംഘം ലോറിയുള്ള സ്ഥലത്തേക്ക്. ഗംഗാവാലി പുഴയിലെ കുത്തൊഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനാകുന്നില്ല. ലോറി തലകീഴായാണ് കിടക്കുന്നതെന്ന് കാർവാർ SP 24-നോട്. To take it that lorry out is our challenge. That lorry is upside down, so that tomorrow Navy divers, after this drone is identified everything, Navy divers will come and they go into the sea. ഇനിയുള്ളത് നിർണായക മണിക്കൂറെന്നും SP. ടീം 24 ഷിരൂർ.